ഈ ഒരു വിഷയത്തിൽ ഉത്തരവ് ഇറക്കണമെന്നുള്ള കർശന നിർദ്ദേശം തുടരുക. ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റായ അലൂഷ്യസ് സേവ്യർ നമ്മളോടൊപ്പം ചേരുന്നു. അലൂഷ്യസ്, നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയം സ്വാഭാവികമായിട്ടും തുടക്കം വൈഷ്ണ എന്ന് പറയുന്ന കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ വലിയ ഭയാശങ്കയോടുകൂടി കണ്ട CPIM ഏതു വിധേനയും വൈഷ്ണയെ മാനസികമായി തളർത്തുക എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം കേരളീയ പൊതുസമൂഹം നോക്കിക്കണ്ടതാണ്. ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വന്നു. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം, മത്സരിക്കാം എന്ന തരത്തിലേക്ക് ഒരു ഉത്തരവ് ഇറങ്ങുമ്പോൾ ഇത് CPM-നെ ഏറ്റ കനത്ത പ്രഹരമായിട്ട് ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയെ എല്ലാവിധത്തിലും ജനാധിപത്യപരമായ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന CPM-ന്റെ ഒരു ദുഷ്ടലാക്കാണ് വൈഷ്ണയുടെ വോട്ട് കിട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനം വരുമ്പോൾ അതിനെ വളരെ പോസിറ്റീവായി തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു അനുകൂലമായ ഒരു വിധി വരും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അന്നുണ്ടായ നിരീക്ഷണം തന്നെ വളരെ പോസിറ്റീവായി തന്നെയാണ് വന്നത്. കാരണം കേവലം 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ എല്ലാവരും ചെയ്യേണ്ടത്. മറിച്ച് ഇവിടെ ഏതു വിധേനയും വൈഷ്ണവ് മത്സരിക്കരുത് എന്ന ഒരു തീരുമാനം എടുത്ത മട്ടിലായിരുന്നു CPM-ന്റെ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാം ഇടപെടലുകൾ ഇതുമായി ഉണ്ടായത്. എന്നിരുന്നാലും 40 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷനിൽ അവർക്ക് വികസനത്തെപ്പറ്റി യാതൊന്നും സംസാരിക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് വൈഷ്ണവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരിയെ മാനസികമായി തളർത്തുക, സ്ഥാനാർത്ഥിയിൽ നിന്ന് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് CPM മുന്നോട്ട് പോയത്. എന്നാലും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ കേരളീയ പൊതുസമൂഹം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം കോടതിയുടെ നിരീക്ഷണം എല്ലാം വളരെ പോസിറ്റീവായി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനത്തെ എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ വൈഷ്ണവ് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. ഈ ഒരു പത്രിക സമർപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങളടക്കം ഇപ്പോൾ എടുത്തിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവിടെ പ്രാദേശികമായ തലങ്ങളിൽ അതിന്റെ കോർഡിനേഷനുകൾ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അത് വരും മുറയ്ക്ക് അത് കൂടുതലായി മാധ്യമങ്ങളെ അറിയിക്കുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ അലൂഷ്യസ് സേവ്യർ. ഫൈസൽ അസീസ് ചേർന്നു. ഫൈസൽ, ഈ ഒരു വിഷയത്തിൽ അനുകൂലമായ ഒരു വിധി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്